ഈ കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രിൻസി. ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ മാത്രമായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതെൻ്റെ ബ്രദർ പ്രജ്വൽ, അവൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് 2023 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ അനീത്തി വഴിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടും, ഇങ്ങനെയുള്ള ഇതൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ കൂടുതലും ഞാൻ ലൗകികമായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ചായിരുന്നു ആ റിക്വസ്റ്റിൽ എഴുതിയിരുന്നത്. അപ്പം 3 മാസം ഞാൻ പ്രെയറെല്ലാം ചെയ്തു. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിനും പിന്നെ കാരുണ്യ പ്രവർത്തിക്കൊന്നും ഞാൻ അത്ര മഹത്വം കൊടുത്തില്ല. പക്ഷെ അല്ലാത്ത 3 കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ 3 മാസം പ്രാർത്ഥിച്ചിട്ടും ഈ പ്രെയർ റിക്വസ്റ്റിൻ്റെ മെയിൻ നിയോഗമൊന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ, ഇതൊന്നും അത്ര ശരിയാവില്ല. പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ യൂട്യൂബിലൂടെ ഓരോ റെക്കമെൻഡേഷൻസ് വരുമായിരുന്നു, സാക്ഷ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെയും ഓരോന്നിങ്ങനെ കേട്ട് എനിക്ക് കുറച്ചും കൂടിയും വിശ്വാസം വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരികെ ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. അപ്പം ഒരു കാര്യം എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ആത്മീയ വളർച്ച ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറേ പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് കുറവ് വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥനകൾ ചെല്ലും, പക്ഷേ ബൈബിള് വായിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആൾക്കാരോട് ഞാൻ കുറേയും കൂടി എളിമയോടെ പെരുമാറാൻ തുടങ്ങി. ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമായിരുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ഞാൻ ഓർത്തു, ഓക്കെ, ഞാൻ ഒന്നും കൂടിയും ഉടമ്പടി പുതുക്കി നോക്കാം. അങ്ങനെയാണ് ഞാൻ പിന്നെയും ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 1 വർഷത്തിന് ശേഷം. അപ്പോൾ എനിക്ക് കുറേ ദിവസം ഒരു വർഷം 1.5 വർഷമായിട്ട് അലർജി ചുമയുണ്ടായിരുന്നു. അപ്പോൾ എവറി മന്ത് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരിക്കും. പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. അതിൻ്റെ പവറങ്ങ് തീരുമ്പോൾ പിന്നെയും നെക്സ്റ്റ് മന്ത് പിന്നെയും ചുമ. ഇതേപോലെ ഏകദേശം 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ അത് മെല്ലെ മാറി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മേ, ഇനി എന്നെ ഹോസ്പിറ്റലിൻ്റെ പടി കയറ്റരുതെന്ന്. അപ്പോൾ അങ്ങനെ അത് ചുമ കംപ്ലീറ്റായിട്ട് എനിക്ക് മാറി. അപ്പോൾ അന്നേരം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ദിവസം കിഴുവയറ് വേദന വന്നു. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കിഡ്നി സ്റ്റോണ് അങ്ങനെ എന്തോ പ്രശ്നം കാണുന്നുണ്ട്, അൾട്രാസൗണ്ട് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് തൈലം ഉണ്ടായിരുന്നു. ആ തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി അൾട്രാസൗണ്ട് ചെയ്തു. അവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പം ഈ എക്സ്റേ എടുത്ത ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പം അവരും ഷോക്ക്ഡായി. ഓക്കെ, ഇത് എക്സ്റേയിൽ കാണിച്ചു, ഇതെന്താ കാണിക്കുന്നില്ല. അങ്ങനെ ഇതൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു 6 ഇയേഴ്സായിട്ട് വർക്ക് ഫ്രം ഹോമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിൽ. പക്ഷേ ഓഫീസ് ഇന്ത്യയിലാണ്. അപ്പം അവരൊരു ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ പുതിയ എൻറ്റിറ്റി തുടങ്ങാൻ പോവുക ബാംഗ്ലൂരിൽ. അപ്പം വർക്ക് ഫ്രം ഹോം ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ പെർമിറ്റ് ആവുന്നുള്ളൂ. അപ്പം നീ ഇന്ത്യയിലേക്ക് വരേണ്ടി വരുമെന്ന്. അപ്പം ഫാമിലി മൊത്തം UAE-യിലാണ്. കൊച്ചിൻ്റെ സ്കൂൾ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എനിക്കാകെ വിഷമമായി. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, എന്തായാലും ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കണം. അങ്ങനെയുള്ളൊരു തീരുമാനത്തിലെത്തി. കഴിഞ്ഞ 25 ഒക്ടോബർ 24 ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിലാദ്യം വെച്ച നിയോഗമായിരുന്നു എനിക്കൊരു നല്ല ജോലി UAE-യിൽ ആവണം എന്നുള്ളത്. പിന്നെ എൻ്റെ ബ്രദറിന് ഒരു നല്ല ജോലി ആവണം, അങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ആകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി. ഇവിടെ ജപമാല റാലി കൂടി. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ചോദിക്കും, നിനക്ക് ജോലി നഷ്ടപ്പെടാൻ പോവുക. എനിക്ക് 12 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് അവിടെ UAE-യിൽ ജോബ് സെർച്ച് ചെയ്യുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ നിനക്ക് ടെൻഷൻ ഇല്ലേന്ന് തന്നെ വീട്ടിലെല്ലാവരോടും ചോദിക്കും. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഉള്ളും കൊണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവ് എന്നെ കൈവിടില്ല എന്ന്. അപ്പം ഞാൻ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഡിസംബർ 1st വീക്ക് 2nd വീക്ക് ആയിട്ട് പോലും എനിക്ക് ജോലി ആവുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി. അപ്പം എനിക്ക് കുറേ റെക്കമെൻഡേഷൻ സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി, അത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, അന്ന് ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് ഡേറ്റ് ഇടും, ഏതായാലും ക്രിസ്മസിന് മുന്നേ ജോലി കിട്ടിയ സന്തോഷമാവുമല്ലോ. അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഡിസംബർ 25 മുന്നിൽ ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ എഴുതി. ഇവിടെ നിന്ന് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ സ്റ്റാച്ചു കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ വെച്ചു.
അത് കഴിഞ്ഞ് 23rd എനിക്കൊരു ഇൻ്റർവ്യൂ കോൾസ് പോലും വരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി, ഓക്കെ ഇതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു ആൾക്കാർ പറയുന്നത്, ഏതായാലും എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ 23rd ഒരു ട്യൂസ്ഡേ ആണ്, ഉടമ്പടി ധ്യാനമുള്ള ദിവസമാണ്. അപ്പം ഞാനത് നോക്കുന്നതിന് മുമ്പേ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും വരട്ടെ ഈ ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴത്തേനൊന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം സ്റ്റാർട്ട് ചെയ്തു. വിതിൻ ഫ്യൂ സെക്കൻഡ്സ് എനിക്കൊരു കോൾ വന്നു, ഇൻ്റർവ്യൂ കോൾ. അതും ഒരു ബാങ്കിങ് ഡൊമൈൻ്റെ ഒരു കമ്പനിയാണ്. എനിക്കൊരു ബാങ്കിങ് ഡൊമൈൻ്റെ എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ എന്നാലും അവർ ഓക്കെയാണ്. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. 24th അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ ഇതിനു മുന്നേ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയും, ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത്, എനിക്ക് വീട്ടിലുള്ള സമയത്ത് എനിക്ക് മണം വന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വല്ല പെർഫ്യൂം ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള വിചാരമായിരുന്നു. അപ്പോൾ ഇത് നല്ല മണം വരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിലുണ്ടായിരുന്നു, അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് മണമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു 20th ആയപ്പോഴത്തേനും കരോളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അപ്പോൾ ഉണ്ണീശോനെ കൊണ്ട് കിടത്തുന്ന ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവിൻ്റെ മാല ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ണീശോനെ കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഞാനത് മാതാവിന് ചൂടിച്ചേർന്നു. അപ്പോൾ എൻ്റെ വിചാരം, ഓക്കെ ഞാൻ ഇത് എവിടെയോ ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മണമായിരിക്കും, ഏതായാലും ഇൻ്റർവ്യൂ കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡസ്റ്റ്ബിന്നെല്ലാം അരിച്ചു പറക്കി, അതിലൊരു പൂവില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ശരിക്കും ഞാൻ ഓക്കെ എനിക്ക് ഇത്ര നാൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സുഗന്ധാഭിഷേകം തന്നെയാണെന്ന് വിശ്വസിച്ചത്. അപ്പോൾ അങ്ങനെ 24th ആയപ്പോഴത്തേനും എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് NDA സൈൻ ചെയ്തു. ഇമ്മീഡിയറ്റ് എല്ലാം 25th ആയപ്പോഴത്തേനും എനിക്ക് ജോബ് കൺഫർമേഷനായി. അപ്പോൾ അന്നേരമാണ് എനിക്ക് എൻ്റെ ആങ്ങള 2 years മുന്നേ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ്. അപ്പോൾ അവന് ജോലി ആയിട്ടില്ല, അപ്പം നോക്കാം അവൻ്റെ ജോലിക്ക്, അതിനും വേണ്ടി ഞാൻ ഡേറ്റ് എഴുതി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് എഴുതി പ്രാർത്ഥിക്കാൻ വെച്ചു. ഈ മാതാവിൻ്റെ സ്റ്റാച്യൂൻ്റെ താഴെ തന്നെ December 31 ന്യൂ ഇയറിന് മുന്നേ ജോലി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം December 31 ആയപ്പോഴത്തേനും ഇവൻ ഏകദേശം ഒരു കൺഫർമേഷൻ ഉണ്ട്, പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാനിവിടെ നിന്ന് കുറേ പത്രങ്ങൾ കൊണ്ടുപോയി, അവിടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് അങ്ങനെ. അപ്പോൾ തമിഴ് കൊടുക്കാൻ എനിക്കൊരു മടി, കാരണം ആൾക്കാരെ നോ പറയും, അവരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ചമ്മൽ കൊണ്ട് മാത്രം ഞാനതിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അത് കൊടുക്ക്, ചിലപ്പോൾ എനിക്ക് ശരിയാവുമെന്ന്. അങ്ങനെ ഞാൻ ഈ പേപ്പർ കൊണ്ടുപോയി ഞങ്ങളൊരു ദിവസം മലയാളം മാസം കഴിഞ്ഞിട്ട് തമിഴ് അവിടെയുള്ള പേപ്പറെല്ലാം തീർത്ത് കൊടുത്തു. അന്ന് വൈകുന്നേരം ഇവൻ എന്നോട് മെസ്സേജ് അയച്ച് പറയുക, എനിക്ക് ജോബ് കൺഫർമേഷനായി, എനിക്ക് ഇന്ന ദിവസം ജോയിനിങ് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള സാക്ഷ്യങ്ങൾ. എനിക്ക് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ ഇവിടെ നിന്ന് മറന്നുപോയി, പക്ഷേ എനിക്ക് ഒരുപാട് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കത് എല്ലാവരോടും പറയാനും പറ്റിയിട്ടുണ്ട്. ഞാൻ അക്രൈസ്തവരായ കുറേ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് ഉടമ്പടി പുതുക്കി. അപ്പം ഇനി മുന്നോട്ടേക്കും ഉടമ്പടി ജീവിതത്തിൽ തന്നെ കഴിയണം, മാതാവിൻ്റെ പ്രസൻസിൽ തന്നെ ജീവിക്കണം, ഈശോയും മാതാവിനും ഒരുപാട് അറിയാൻ കഴിയണം എന്നുള്ളൊരു ഏക ആഗ്രഹത്തോടെയാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവന് അത്ര വലിയ പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല, ബൈബിൾ വായിക്കാനൊക്കെ ഒരുപാട് മടിയുണ്ടായ ഒരാളായിരുന്നു. അപ്പോൾ ഇവൻ ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഇവൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ബൈബിൾ വായിക്കും, പ്രെയർ ആക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ആകെ ഉണ്ടായ ഒരു ടെൻഷൻ, ഞാനിനി എങ്ങനെ ഉടമ്പടി ധ്യാനം കാണും, എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ എങ്ങനെ പറ്റും, വർക്ക് ഫ്രം ഹോം പോലെ അല്ലല്ലോ ഓഫീസിൽ പോകുമ്പം. അപ്പം അങ്ങനെ ഇരുന്ന ദിവസം ഞാൻ ജോയിൻ ചെയ്ത് സെക്കൻഡ് ഡേ ഞങ്ങൾക്കൊരു ഇമെയിൽ വരുന്നു, എനിക്ക് ഈ ഇയർ ഫുള്ള് ട്യൂസ്ഡേ വർക്ക് ഫ്രം ഹോം ആണെന്ന്. ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് പോകുന്ന സമയത്ത് 1 മണിക്കൂർ സമയം കിട്ടും, തിരിച്ചു വരുമ്പോൾ അതേപോലെ. അപ്പോൾ ഞാൻ ഈ സമയങ്ങൾ മാതാവിനും ഈശോയ്ക്കും വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. കൊന്ത ചെല്ലും, ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേറൊന്നും ഒരു കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം കൂടി ദൈവം എനിക്ക് ഒരുക്കി തന്നു. പിന്നെ ഞാൻ ഈ നേർച്ച വസ്തുക്കൾ എടുത്തിട്ട് ഒരുപാട് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം ഞാൻ കാർ ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അയാൾ ഒരുപാട് മൊബൈൽ നോക്കുന്നു. അപ്പോൾ എനിക്ക് പേടിയായി. ഒരു ദിവസം വണ്ടി ഇടിക്കുകയും ചെയ്തു.
അപ്പോൾ അതായപ്പോൾ എനിക്ക് പേടിയായി. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അയാളോട് പറയും ഇനി മൊബൈൽ നോക്കരുതെന്ന്. അപ്പോൾ എനിക്ക് ഇനി അവരായിട്ട് ഞാനൊരു വാക്ക് തർക്കത്തില്ലല്ല. അപ്പം ഞാൻ ഓർത്തു ഉപ്പ് കൊണ്ടുപോയി ഞാൻ അയാളുടെ വണ്ടിയിലിടാന്ന്. അങ്ങനെ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അയാളുടെ വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇട്ടു. ആ നെക്സ്റ്റ് മൊമെൻറ്റ് തൊട്ട് അയാൾക്കൊരു കോൾസും വന്നിട്ടില്ല, അയാൾ മൊബൈലും കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഞാൻ മറന്നുപോയി. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവും ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് മാത്രമാണ്. അപ്പം ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 9-ാം തിരുവചനം. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. പ്രിൻസിയും പ്രജ്വലും സഹോദരങ്ങളാണ്. രണ്ടുപേരും 2 സ്ഥലത്തു നിന്ന് വന്നാണ് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത്. പ്രിൻസി ദുബൈയിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ്. വലിയ വില കൊടുത്ത് ഈശോ അവരെ വീണ്ടെടുത്തതിൻ്റെയും പരിശുദ്ധ അമ്മ അവരെ സംരക്ഷിച്ചതിൻ്റെയും നന്ദി പ്രകാശനമാണ് പ്രിൻസി ഈ കാര്യത്തിന് വേണ്ടി മാത്രം, സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് ഇന്ന് കൃപാസനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ സഹോദരൻ പ്രജ്വലിനെയും ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് നമുക്കിനി സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് വളരെ ശക്തമായി യാചിക്കുവാനും ഈശോ നമ്മുടെ എല്ലാ ജീവിത പരിപാടികളെയും നോക്കി കാണുമ്പോൾ നമുക്ക് അനുഗ്രഹം തരുമ്പോൾ അതിനെല്ലാം നമുക്ക് പ്രതിനിധി കാണിക്കുവാനുള്ള ഒരു ഉത്സുകത ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രിൻസിയും പ്രജ്വലും വളരെ തീരുമാനത്തിലാണെന്ന് ഇവിടെ വന്ന് അവർ ഉടമ്പടി പുതുക്കി ഈ സാക്ഷ്യം ഏറ്റു പറയുന്നത്. ഇവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഗ്രഹങ്ങൾ. പ്രിൻസി ഉടമ്പടി എടുത്തപ്പോൾ പെട്ടെന്ന് താൻ എഴുതിയ നിയോഗങ്ങൾക്കൊന്നും ഉത്തരം ലഭിക്കാതായപ്പോൾ ഈ ഉടൻ പരിഹാരം എന്നെല്ലാം പറയുന്നത് വെറുതെയാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലും അതിനുശേഷം വളരെ സ്ലോലി ധ്യാനങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഉടമ്പടി ജീവിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, അതുപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെ ജീവിതത്തിലേക്ക് ഉടമ്പടി ഇരച്ചു കയറുന്നതും മരിച്ചു കയറുന്നതുമായി പ്രിൻസിക്ക് മനസ്സിലായി തുടങ്ങി. അതുപോലെ തന്നെ സഹോദരൻ്റെ ജീവിതത്തിലും ആധ്യാത്മികമായ വലിയ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യതകൾ, എത്ര തന്നെ സാധ്യതകളില്ലാത്ത നോട്ട് ബൈ മെറിറ്റിൽ അവർ, പ്രിൻസി ഒരു എൻജിനീയറാണ്, എന്നിൽ തന്നെയും വളരെ നൈപുണ്യമുള്ള വ്യക്തിയാണെങ്കിലും തനിക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ അതിന് ചൊവ്വാഴ്ച പരിശുദ്ധ അമ്മയുടെ ദിവസം തന്നെ മകൾക്ക് മറ്റു ദിവസങ്ങളിൽ ജോലിക്ക് ഓഫീസിലെത്തണം. പക്ഷേ ട്യൂസ്ഡേ മാത്രം ഈ മകൾക്ക്, ട്യൂസ്ഡേ നമുക്കറിയാവുന്നതുപോലെ അത് ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യേണ്ട ദിവസമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ദിവസം തന്നെ ആ മകൾക്കൊരു വർക്ക് ഫ്രം ഹോം, ഒരു ഓഫ് ഡേ പോലെ മകൾക്ക് കിട്ടിയിരിക്കുകയാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തൻ്റെ ആ സ്റ്റാറ്റസ് അവരെപ്പോഴും ലോ ചെയ്തപ്പോഴാണ്. അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഈശോയെ സ്നേഹിക്കുവാൻ അവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ, അതിലൂടെയെല്ലാം അവർ തങ്ങളെ തന്നെ ആഗ്രഹത്തോടുകൂടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു സുവിശേഷം അനുതാപത്തിൻ്റെയും സുവിശേഷം ഒരു പ്രഘോഷണത്തിൻ്റെയും ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു മാർഗമായി, ഒരു ജീവിത രീതിയായി, ഒരു ലൈഫ് സ്റ്റൈൽ അവർക്കിന്ന് മാറിയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രാർത്ഥനാ പദ്ധതി ഇതാണെന്ന് മറ്റുള്ളവരോട് പറയാൻ മാത്രം അവരെ ദൈവം ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോരുത്തരും വഴിവിട്ടവരും വഴിവിട്ട ജീവിതങ്ങളുള്ളവരും അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ജീവിത രീതികളുമൊക്കെയായി ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നടക്കുമ്പോഴും ഈശോ എന്നെ നയിക്കുന്നു, ഈശോ എന്നോടുകൂടെ എപ്പോഴുമുണ്ട്, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എന്നിൽ അലിഞ്ഞു ചേരുന്നു എന്നുള്ള ബോധ്യങ്ങളിലേക്കെല്ലാം ഉടമ്പടി അവരെ നയിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് എപ്പോഴും അവരെ ചേർത്ത് വെച്ച് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതാനുഭവം സുഗന്ധാഭിഷേകത്തിലൂടെയും അടയാളങ്ങളിലൂടെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിക്കും പ്രജ്വലിനും അവരുടെ ജീവിതത്തിലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെയും ദൈവിക അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.